ആദിചന്ദ്രസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പോ ഇന്നത്തെ നമ്മളുടെ ക്രിസ്മസ് പ്രിപ്പറേഷൻ വീഡിയോയിൽ നമ്മൾക്ക് ക്രിസ്മസ് പാപ്പനെയും കൂടി ഉണ്ട്. ക്രിസ്മസ് പാപ്പ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പൊ നമ്മൾ ക്രിസ്മസ് പാപ്പാനെയും വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ യെസ് ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്രിസ്മസ് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മളുടെ ക്രിസ്മസ് സെലിബ്രേഷനും ക്രിസ്മസ് വീക്കെൻഡ് ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ എല്ലാവരും ക്രിസ്മസിന്റെ വീക്കെൻഡ്സിന്റെ വൈബിലായിരിക്കും. സോ നമ്മൾ അതിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മളുടെ ലൊക്കേഷനിൽ തന്നെ നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷന്റെ കുറെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മളുടെ ഡാമില് നമ്മൾ എപ്പോഴും നമ്മൾ ക്രിസ്മസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി എൻ്റെ ഫാൻസി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എനിക്കറിയാം. അപ്പൊ നമ്മള് സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്നത് നമ്മളുടെ മംഗളം ഡാമിന്റെ സ്വന്തം അവൾക്കായി. യെസ്, അപ്പൊ നമ്മളുണ്ടല്ലോ ഇന്നിപ്പം ഫുൾ കാരണം ഉണ്ടല്ലോ നമുക്ക് ഇവിടുന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, കിട്ടാത്ത ഒന്നും ഉണ്ടാവില്ല. അതെ, അപ്പൊ പിന്നെ നമ്മൾ വെറുതെ പുറത്ത് പോയിട്ടൊന്നും എടുക്കണം. അപ്പൊ ഇന്ന് ഇവിടുത്തെ മാക്സിമം സാധനങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ പോയി നമ്മളുടെ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Good tidings we bring to you and your kin. We wish you a Merry Christmas and a Happy New Year. സോ അപ്പൊ നമ്മള് ട്രീ എടുത്തു ട്ടോ. ഇതിപ്പോ നമ്മളുടെ സ്റ്റോക്ക് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇക്ക പോയിരിക്കുകയാണ്. അത് വന്നിട്ട് നമുക്ക് അടുത്ത് കാണിച്ചു തരാം. നമുക്ക് വേണ്ടി പുലിക്കൂട് സെറ്റ് ആക്കാൻ വേണ്ടി ഇക്ക പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുൽക്കൂട് കാര്യങ്ങളൊക്കെ വേണമെന്ന് നമ്മൾ ഇക്കനോട് സ്പെഷ്യൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് തൃശ്ശൂരിൽ നിന്ന് എടുക്കാൻ പോയിട്ടുണ്ട് ആള്. അപ്പൊ ബാക്കിയുള്ള ട്രീ അവര് ഇൻസ്റ്റ ആയിട്ട് നമ്മൾ താഴെ കൊടുക്കാട്ടോ. അപ്പം ട്രീ ഒക്കെ നമുക്ക് വേണ്ടേ. ഇത്തവണ കുറച്ച് വീട് കുറച്ച് ക്രിസ്മസ് വൈബ് ആക്കാനുള്ള പരിപാടി. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുക്കാം അല്ലെ. ഇത് പിന്നെ ബോൾസ് എടുക്കാം അല്ലെ. ഇതൊക്കെ എത്രണ്ണം എടുക്കുക നമുക്ക്. സ്റ്റാറുകൾ എടുക്കാം, വലിയ ഇങ്ങനത്തെ സ്റ്റാറുകൾ, ഇങ്ങനത്തെ സ്റ്റാറ്. പിന്നെ മറ്റേ കറങ്ങണ സാധനം അതെന്തായാലും എടുക്കാം. ഇത് നമ്മള് റയർ ആയിട്ടാണ് അവിടെ, വേറെ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സാധനം. അതും ഇവിടെ ഉണ്ട്. ഇങ്ങനത്തെ ഒന്നും എടുക്കാം അല്ലെ. ഇങ്ങനത്തെ സാധനം എടുക്കാം. അപ്പൊ നമുക്ക് ട്രീയിൽ ഇങ്ങനെ തൂക്കിയിടാം വലിയ അപ്പൂപ്പനെ. നമുക്കപ്പോ ക്രിസ്മസിന് ഫസ്റ്റ് വേണ്ട സാധനം ക്രിസ്മസ് വലുതെടുക്കാം. ഇതെടുക്കാല്ലേ. അയ്യോ, ഇതൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അല്ല, അത് ഇത് നൂർത്താവുള്ളതാണ്. നൂർത്തി കഴിഞ്ഞാൽ ഇതാവും. എല്ലാം ഓരോന്നോരോന്ന് ആക്കണം. ഇതെടുക്കണം. നമുക്ക് ഇതൊക്കെ കൂടി ഇനി പാക്ക് ചെയ്തിട്ട് കാണാം അല്ലെ. ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് തൊപ്പി. ഹായ്, ഹലോ ഗൈസ്. യെസ് ഗൈസ്, അപ്പോൾ നമ്മുടെ പർച്ചേസിംഗ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഇനി വീടെത്തിയിട്ട് നമുക്ക് ബാക്കി കാണാം ഗൈസ്. അപ്പൊ അങ്ങനെ നമ്മളുടെ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു. നമ്മള് വല്യച്ഛനും ആദ്യം കൂടിയിട്ടാണ് ഗൈസ് ഇന്നത്തെ നമ്മളുടെ വ്ളോഗൊക്കെ സെറ്റ് ചെയ്യാൻ പോണത്. അല്ല, ക്രിസ്മസ് ഡെക്കറേഷൻ. ഇതാണ് നമ്മൾ മേടിച്ച സാധനങ്ങള്. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ള ടാസ്ക് ആണ് നമുക്ക്. അടുത്ത നമ്മളുടെ ഡെക്കറേഷന്റെ ഭാഗമായിട്ട് നമ്മള് ഹെൽപ്പർ വല്യച്ഛനുള്ളത് കൊണ്ട് നമ്മ രക്ഷപ്പെട്ടു. നമ്മള് ഫസ്റ്റ് ടൈം ആ ഗൈസ് നമ്മളുടെ വീട്ടില് ക്രിസ്മസ് എൻജോയ് ചെയ്യാൻ. അതിന്റെ കുറച്ച് എക്സൈറ്റ്മെന്റ്. നമ്മൾ അഖിലേട്ടനെയും കല്ലൂനെയും ആകുവിനെയും ഒക്കെ മിസ് ചെയ്തു. നമ്മളുടെ ഒരു മെയിൻ സ്റ്റാറാണ് അൺബോക്സ് ചെയ്യണത് അല്ലേ. ചിലപ്പോൾ ഇത് കാണുന്നവർക്ക് വിചാരിക്കും ഇവർ എന്തൊക്കെയായി കാട്ടണമെന്ന്. പക്ഷെ നമുക്ക് ഇതൊക്കെ ഒരു വെറൈറ്റി അല്ലേ.
റൗണ്ട്. മിഷൻ സക്സസ് ആദി. എല്ലാം കത്തി. ഇതും കത്തി. അത് കത്തി. ലൈറ്റുകൾ കത്തി. യെസ്. ഇതില്ലേ ഇതില് മറ്റേ സാധനം. കെട്ടണം. ഇതില് നൂല് സെപ്പറേറ്റ് നമ്മള് കെട്ടണം ഗൈസ്. രാത്രി ഇത് മൊത്തം നമ്മൾ വീട് ഫുള്ള് കത്തിക്കുന്നതായിരിക്കും ഗൈസ്. നമുക്ക് റെഡും കൂടി തൂക്കാം. മതിയില്ല, ക്രിസ്മസ് ട്രീയിൽ ഒരുപാട് ആർഭാടായിരിക്കും. അപ്പം മംഗൾ ഡാമിലേക്കൊക്കെ വരാൻ പറ്റുന്നവർ മാക്സിമം വന്നിട്ട് അവൾക്കായിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുക. ക്രിസ്മസിന്റെ എല്ലാ സാധനങ്ങളും ഇന്നും അവർ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി, കാരണം ഞങ്ങൾ അവിടെയുള്ള മാക്സിമം എടുത്തിട്ട് വന്നു. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. അങ്ങോട്ടല്ല ഗിഫ്റ്റ് തരാറ്. അതെ, ഇത്തവണ നമ്മള് റോട്ടിൽ കൂടെ ഗബ്രിയേലിന്റെ പാട്ടൊക്കെ വെച്ചിട്ട് പാട്ട് വെക്കും. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ബെത്ലഹേമിൽ പുൽത്തൊഴുത്തിൽ യേശുദേവൻ പെറ്റു വീണേ നാട്ടുകൂട്ടം കൊട്ടി പാടുന്നേ. ബെത്ലഹേമിൽ പുൽത്തൊഴുത്തിൽ യേശുദേവൻ പെറ്റു വീണേ നാട്ടുകൂട്ടം കൊട്ടി പാടുന്നേ. അടിപൊളി സിംഗമാനടാ യേശുദേവൻ, അടിപൊളി സിംഗമാനടാ യേശുദേവൻ. യുദാസേ നീ ഓർത്തു വെച്ച മോനെ പാടി തരും. ക്രിസ്മസിനും ന്യൂ ഇയറിനും അടിച്ചു പൊളിച്ച് പുട്ടടിക്കാൻ വേണ്ടി കരോൾ നടക്കുന്നതാണെങ്കിൽ നമ്മുടെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എടാ, നമ്മൾ പാട്ട് പാടി ഡാൻസ് കളിക്കുമ്പോൾ വീട്ടുകാരൻ നമ്മുടെ കൂടെ ഒന്ന് ഡാൻസ് കളിക്കണം. നമ്മള് പിന്നെയും ഈവനിങ് പിന്നെയും തിരിച്ചെത്തി. അപ്പൊ നമ്മള് രാവിലെ വന്നപ്പം പുൽക്കൂടിന്റെ കുറച്ച് നമുക്കൊരു വെറൈറ്റി സാധനം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇക്ക തൃശ്ശൂർ പോയിട്ട് വീണ്ടും കുറച്ചധികം നമ്മൾക്ക് പുൽക്കൂടിന്റെ ബാക്കി സാധനങ്ങളൊക്കെ ഉള്ളിലാണ് കേട്ടോ. അപ്പം വീണ്ടും കുറെ പുൽക്കൂടിന്റെ സംഭവങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതില് ഒരു വെറൈറ്റി ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതിന് വീട്ടിൽ പോയിട്ട് സെറ്റ് ചെയ്യുന്നത് കാണിക്കാം. ബാക്കി വെറൈറ്റി സാധനങ്ങളൊക്കെ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് കടയിൽ. അപ്പം ഞങ്ങൾ അതിന്റെ പാർട്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇനി വീട്ടിൽ പോയി ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഗൈസ്, അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഇനി നമ്മളുടെ നെക്സ്റ്റ് പരിപാടി, നമ്മള് ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞു. അതെ, ഇനി നമ്മളുടെ മെയിൻ ടാസ്ക് പുൽക്കൂടാണ് ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൊണ്ടുവന്നുള്ളൂ. നമ്മള് രാവിലെ അവിടെ പോയി എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തപ്പം ഇപ്പൊ തൃശ്ശൂര് പോയി നമുക്ക് പുൽക്കൂട് കൊണ്ടുവന്നിട്ടുണ്ട്. യെസ്, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് എനിക്ക് വെക്കാൻ കിട്ടുന്നുണ്ട് ഈ സാധനം. നീ ടൈം ലാപ്സ് സംഭവം എന്തോ ഒരു പ്രശ്നമുണ്ട്. അതല്ല, ഞാൻ പറയട്ടെ, ഇതില് കണ്ടോ ഫ്രണ്ടിലാണ് പ്ലെയിൻ ആയിട്ട്. അപ്പൊ ഇത് ഫ്രണ്ടിൽ വരികയാണോ ലൈറ്റ്? നമ്മളുടെ വീട് ചെറിയൊരു വിള്ളലൊക്കെ ഉണ്ട്. അതില് കണക്ട് ചെയ്യണ സമയത്തില്ലേ, അതില് കണക്ട് ചെയ്യണ സമയത്തേ എന്താണ് ഓഫ് ചെയ്യണോട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ, അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഇനി ഇതിലിട്ട് വെക്കണ്ടേ? നമ്മളില്ലേ ഈ വയറിന്റെ കണക്ഷൻ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇത് അവിടെ ആക്കി പക്ഷെ ഇത് ഇവിടെ മൊത്തം കത്തുവോന്ന് എനിക്ക് സംശയമുണ്ട്. വയറിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ
1 2 3 ഗോ. കത്തിയാ? കത്തി കത്തി മുഴുവൻ കത്തി വീടോട്. ഇപ്പൊ സെറ്റായില്ലേ? ഓക്കെ സെറ്റ്. ഫൈനൽ പ്രോസസ്സിലേക്ക് കടക്കണം. ഇത് മാത്രം നമ്മൾ ഈ പഞ്ഞി ലൈറ്റ് മറയോ? മറയും. പക്ഷെ ഇല്ല, എനിക്കിപ്പോ എന്താണെന്നറിയോ, ഇതൊക്കെ ആരാന്ന് അറിയില്ല, അതാണ് പ്രശ്നം. അപ്പൊ ഇതെങ്ങനെയാ ഇപ്പൊ വെക്കാന്നും അറിയില്ല. നമുക്കില്ലേ ഒരു കാര്യം ചെയ്ത് യൂട്യൂബില് ഇത് നിക്ക്, ഇതില് മൈക്ക് ഉണ്ട് ഇവിടെ പറയുന്നുണ്ട്. ആ എല്ലാം കേൾക്കും. ഇത് കണ്ടോ, ഇതാണ് ഈശോ ആണ്. നിക്കട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് യൂട്യൂബിൽ നോക്കാം. ഇനി നമുക്ക് സോ ഗൈസ്, അപ്പൊ നമ്മൾ അങ്ങനെ ക്രിസ്മസ് ഡെക്കറേഷൻ പരിപാടി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. രാവിലെ മുതലുള്ള നമ്മളുടെ അധ്വാനവും കഷ്ടപ്പാടൊക്കെ. സോ അതിപ്പോ എന്തായിന്ന് കാണണ്ടേ? കം ഓൺ. മണ്ണിലൊരു പൈതലിനാ കാതോടു കാതോട് കേട്ടിരുന്നു ദൈവം ഇറക്കുമെന്ന് കണ്ണും കാത്തിരുന്നു. മണ്ണിലൊരു പൈതലിനാ കാതോടു കാതോടും കേട്ടിരുന്നു ദൈവം ഇറക്കുമെന്ന്. ആകാശവീതിയിൽ നാലാകമാരവർ സ്നേഹത്തിൻ നിറകുടവാ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ ഇത്. ഭയങ്കര വലിയ ഇതൊന്നും അല്ല. നമ്മൾക്ക് ഇന്ന് പെട്ടെന്ന് ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് നമുക്ക് വേണമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ തന്നെ നമ്മളുടെ മംഗലം ഡാമിലുള്ള അവൽക്കായി എന്ന് പറയുന്ന ഫാൻസി ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ ആ നമുക്ക് പുൽക്കൂടും കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെയാണ് പെട്ടെന്ന് നമുക്കെല്ലാം സെറ്റ് ചെയ്ത് തന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച്. സോ അപ്പൊ ഈ അവൽക്കായി എന്ന് പറയുന്നതിന്റെ നമ്മളുടെ ഷോപ്പ് വരുന്നത് മംഗലം ഡാമിൽ ലൂർദുമാത ഹൈസ്കൂൾ ഉണ്ടല്ലോ, ലൂർദുമാത സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അവരുടെ ഇൻസ്റ്റഗ്രാം ഐഡിയും അതുപോലെ തന്നെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുക്കാം. എന്തായാലും നമ്മളുടെ ഡാമുകാരാണെങ്കിൽ നമ്മളുടെ ഈ വ്ളോഗൊക്കെ കാണുന്ന നമ്മളുടെ ഈ പരിസരത്തുള്ളവർക്കൊക്കെ ഏറ്റവും ഉപകാരമാവുമെന്ന് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ എത്തിക്കും കേട്ടോ. ഹാപ്പി ക്രിസ്മസ്, മേരി ക്രിസ്മസ് ഗൈസ്. അപ്പോ ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ ഫസ്റ്റ് ടൈം അപ്പൂപ്പനെ റിവീൽ ചെയ്യാൻ പോവാണ്. യെസ്, അപ്പൊ ഇത്ര നേരം അപ്പൂപ്പ താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ ഗൈസ് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെ ഒരു ക്രിസ്മസ് അറ്റ്മോസ്ഫിയർ വീട് മൊത്തം സെറ്റ് ആക്കി പുൽക്കൂട് ഉണ്ടാക്കുക. അടിപൊളിട്ടല്ലേ, അടിപൊളിയായിരുന്നു. ഇതില് ജസ്റ്റ് നമ്മളുടെ ഇതൊക്കെ സെറ്റ് ചെയ്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിവ്. നമുക്ക് ഇതെല്ലാം എത്തിച്ചു തന്ന നമ്മളുടെ ഇക്കയ്ക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ്. അതെ, അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ നിങ്ങളുടെ ക്രിസ്മസ് അപ്പൊ എല്ലാവരും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അടിച്ചു പൊളിക്കുക. ഓക്കെ, ബൈ.